റെഡിമെയ്ഡ് മെയിൻ ഹോൾ വെക്കുകയാണ്. അതായത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ, കാണിച്ചു തരാം. ഇതാണ് ഔട്ട് ലൈൻ. ഇതാണ് ഇവിടെ ഒരു കണക്ഷനുണ്ട്. ഈ കണക്ഷൻ ഇതിൽ കയറും. അതേപോലെ ഈ അവിടെ ഒരു പുറത്തേക്കുള്ള ഒരു കണക്ഷനുണ്ട്. അതിങ്ങനെ വന്നിട്ട് അങ്ങോട്ട് കയറും. ഈ അവിടെ നിന്ന് ഒരു കണക്ഷൻ വരാണ്ട് അത് നമ്മൾ 45 ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യും. ഇങ്ങനെയാണ് ഇത് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചേമ്പർ റെഡിമെയ്ഡ് ചേമ്പർ വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ ചെയ്യണവരുണ്ടാവും, ചെയ്യാത്തവർക്കാണ് കേട്ടോ. പുതിയതായിട്ട് ചെയ്യണ ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്രീസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഗ്രീസ് ഇട്ടുകൊണ്ട് ചെയ്താൽ നല്ല വൃത്തിയിൽ സിമ്പിളായിട്ട് നമ്മൾ വല്ലാതെ ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗ്രീസൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട്, അതായത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഔട്ടായി പോകുമ്പോൾ പിന്നീട് നമ്മൾ വെക്കുന്ന ഈ പറയുന്ന ഇതൊരു ഇന്നാണ്. ഇത് നേരെ ഔട്ടായി പോകും. ഈ 3 ഇന്നും ഒരേ ലെവലിൽ, അതായത് ലെവൽ ചെയ്യുമ്പോൾ സ്ലോപ്പോ കാര്യങ്ങളോ കൂടുകയോ കുറയോ ഒന്നും ചെയ്യരുത്. കുറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ പോയി, അത് തരില്ല. നന്നായിട്ട് കൂടും ചെയ്യരുത്. ഒരേമാതിരി ലെവലിൽ ആ സ്ലോപ്പ് വരുന്ന ആ ഒരു ചെറിയ തോതിലുള്ള ആ സ്ലോപ്പ് തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്താലേ നമ്മൾ മെയിൻ ഹോൾ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എക്സ്റ്റൻഷൻ ഇട്ട് നീട്ടിക്കഴിഞ്ഞാലും ഒരേ ലെവലിൽ നല്ല അടിപൊളിയായിട്ട് വൃത്തി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളി പിടിച്ചാൽ സാധനം കിട്ടില്ല എന്നല്ല പറയുന്നത്. വൃത്തി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ പരിപാടി തീരും. കോൺക്രീറ്റ് ഇടുന്നതിനേക്കാൾ ഏറ്റവും നല്ല സിമ്പിൾ മെത്തേഡ് പരിപാടിയാണ് ഈ പരിപാടി. കോൺക്രീറ്റ് ചിലവൊക്കെ കൂടി കൂട്ടുമ്പോൾ ഏകദേശം സെയിം ആയിട്ട് വരും. അപ്പോൾ ഓക്കെ, സാധനം എങ്ങനെയുണ്ട് നോക്കിയിട്ട് ഇത് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുള്ള് ഫിറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം.